അത് പിണറായി നട്ടു വളർത്തിയേക്കണ പട്ടാളല്ലേ അവർ. പിണറായിയുടെ പട്ടാൾക്കാരാ. അതുള്ളതുകൊണ്ടാണ് പിണറായി രക്ഷപ്പെട്ട് പോണത്. അല്ല പിണറായിയുടെ കാറ്റ് പോയാൽ ഒരു സംശയമില്ല. പിണറായി വിജയൻ എവിടെയെങ്കിലും വെച്ച് നേരിട്ട് ഇങ്ങനെ മുഖാമുഖം കണ്ടു അമ്മച്ചി എന്തായിരിക്കും ചോദിക്കുന്നത്? ഏടാ മറികുട്ടി ചേർത്ത് പോണ്ടാന്ന് പറഞ്ഞു പാഞ്ഞു വന്നു. ആരായിരുന്നു വന്ന്? ആരാ വന്ന്? ഈ CPM-ന്റെ ആൾക്കാരാ. ഇനി പിണറായിനെ കൈ കഴുകി തൂത്തിറക്കി വിടുക. കൈ കഴുകാൻ വരെ സമ്മതിക്കില്ല. അമ്മച്ചിക്ക് ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനം കിട്ടിയെന്നിരിക്കട്ടെ, മുഖ്യമന്ത്രിയായിട്ട് ഒന്ന് വിചാരിച്ചോ? മുഖ്യമന്ത്രിയായി കഴിഞ്ഞാൽ ചെയ്യുന്ന ഒരു 2-3 കാര്യങ്ങളൊന്ന് പറഞ്ഞേ. ഒരാൾ എത്രയോ സ്ഥലത്ത് കുഴിച്ചിട്ടുന്നതിന് 16,000 രൂപ പള്ളിക്കാർ പഠിക്കണം. അവരെന്നാ ദൈവകാര്യം പറയണം. സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമുണ്ടോ? ഇനി കിട്ടിയാ പോവും. അല്ല, ഈ മോഹൻലാലിന്റെ കൂടെ ഒരു പടത്തിൽ നിന്ന് ഇങ്ങനെ ഒരു റൂമർ കേട്ടു, വീട്ടിൽ ചോറുണ്ടോണ്ടിരുന്ന അടുത്ത് CPM-കാർ വലിച്ചു അടിച്ചിട്ട് അതിൻ്റെ അമ്മയുടെയും അതിൻ്റെ ഭാര്യയുടെ മുമ്പിലിട്ട് വെട്ടിക്കറിയതാണ്. പോലീസ് എന്ന് പറഞ്ഞാൽ പോലീസ് പിണറായിയുടെ ഗുണ്ടകളാണല്ലോ. അതിൽ നല്ലവരും ഉണ്ട് ചീത്തവരും ഉണ്ട്. നല്ല ആൾക്കാരെ പെട്ടെന്ന് സ്ഥലം മാറ്റണം. ഈ പിണറായിക്ക് സൈഡില്ലാത്തവരെ പെട്ടെന്ന് സ്ഥലം മാറ്റും. IS-കാരനായാലും ഇത് കൊന്തായാലും പിണറായിക്ക് വിഷയമല്ല. പിണറായിക്ക് വെളിവില്ല, പിന്നെ അവൻ്റെ പാർട്ടിക്ക് എന്തോരം വെളിവുണ്ടാവും. ചേട്ടത്തി, മറിയ കുട്ടി ചേട്ടത്തി എന്താ ഇവിടെ ഉണ്ടോ? മനസ്സിലായാ? മനസ്സിലായി. കണ്ടിട്ട് കുറേ നാളായില്ലേ? ഇവിടെ ഇരിക്കട്ടെ. ഇവിടെ ഇരിക്കാം, നമുക്കൊന്ന് വെളിയിലോട്ട് നിന്നാലോ? ഞാൻ കേട്ടെ, നമുക്ക് അവിടെ ഇരിക്കാം. ഇവിടുത്തെ കാറ്റും കൊണ്ടിരിക്കാമല്ലോ. ഇറങ്ങിക്കോളാം, ഞാൻ എടുത്തോളാം. ഇവിടെ ഉണ്ടോയെന്ന് സംശയിച്ചാൽ വന്ന വീട് പണി കിടക്കുന്നുണ്ടേ. കയറത്താമസം 12-ാം തീയതി അറിഞ്ഞു. അപ്പോൾ നീ ആൾക്കാരെയൊക്കെ ക്ഷണിക്കാൻ പോയെന്ന് അറിയാൻ വയ്യല്ലോ. ഞാൻ ഇന്നും പോയ സമയത്ത് കടയിൽ പോയി കഴിക്കണം. വീട്ടിൽ കൊണ്ടു ഉണ്ടാക്കാല്ലോ പറ്റിയല്ല. ഇപ്പം അങ്ങനെ മാധ്യമങ്ങളിലൊന്നും കാണാറില്ല. ആരാ പറഞ്ഞേ? എത്ര എണ്ണം പഠിച്ചു? ഉണ്ട്. അല്ല, എനിക്ക് ചോദിക്കാൻ വന്നിട്ടുണ്ടല്ലോ. അല്ല, എനിക്ക് ചോദിക്കാൻ വന്നൊരു കാര്യം, ഈ കഴിഞ്ഞ ഇലക്ഷൻ്റെ കലാശക്കൊട്ടിനിടയിൽ ചേട്ടത്തി ആരൊക്കെയോ ഉപദ്രവിച്ചെന്നോ ചീത്ത വിളിച്ചെന്നൊക്കെ പറയുന്ന കേട്ടു. എന്താണ് സംഭവം എന്താണെന്ന് അവർക്കറിയാവുള്ളൂ. ഞാനിങ്ങനെ മരുന്ന് മേടിക്കാൻ പോയി. കലാശക്കൊട്ടിൻ്റെ കൂടാൻ പോയല്ല, എന്നാൽ കൂടുകയും ചെയ്താൽ 200 ഏക്കറിലോ? അത് അടിമാലി ഇവിടെയല്ല. അപ്പോൾ അങ്ങോട്ട് നിറയെ വണ്ടി കിടക്കുക, ആൾക്കാർ. എനിക്ക് കടന്നു പോകാൻ നിവൃത്തിയില്ല. ഇവിടെ BJP, ഇവിടെ കമ്മ്യൂണിസ്റ്റുകാർ, കോൺഗ്രസ്സുകാർ സ്റ്റാൻഡിൻ്റെ അവിടെയാണ്. അപ്പോൾ അവരെ ആരെയും കാണാൻ പറ്റിയില്ല. എന്നിട്ട് ഞാൻ പുറകോട്ട് പോന്നു. എന്നാൽ പോടില്ല, നാളെ പോകുള്ളതെന്ന് ഓർത്ത് അങ്ങനെ പോന്നപ്പോൾ ഇവന്മാർ പുറകെ എത്തി. ഏടാ മറികുട്ടി ചേർത്ത് പോണ്ടാന്ന് പറഞ്ഞ് പാഞ്ഞു വന്നു. ആരായിരുന്നു? ഈ CPM-ന്റെ ആൾക്കാരാ. ആളുടെ പേരറിയോ? ഒരാളുടെ പേര് മാണി, ഒരാളുടെ പേരറിയില്ല. അവിടെ പോലീസ് സ്റ്റേഷനിലൊക്കെ വന്നല്ലോ, അവനെ വിളിച്ചല്ലോ. എന്നിട്ട് എന്തുണ്ടായി? എന്നിട്ട് അവന്മാർ എന്നെ ഒത്തുതീർപ്പിന് വിളിച്ചു. അല്ല, ചീത്ത വിളിച്ചില്ലേ? എന്താ പറഞ്ഞത്? എന്നെ പൂരി മൈരാന്നൊക്കെയാ വിളിച്ചേ, കൊടി എന്നൊക്കെയാ വിളിച്ചേ. നീയാണ് കൊടി പിടിക്കാൻ വേണം, നീ ആരുടെ കൊടി പിടിക്കുമെന്ന് ചോദിച്ചു. ആര് വിളിച്ചാലും പോകുന്നു കൊടി. നീ വിളിച്ചിട്ടില്ല, നീ വിളിച്ചെങ്കിൽ ഞാൻ വന്നേനെന്ന് പറഞ്ഞു. പിന്നെ പിണറായിയുടെ കൊടി ഞാൻ പിരിക്കുകയല്ല, അത് നീ വേറെ ആളെ നോക്കിയാൽ മതി. അന്നേരം ഒത്തിരി കയറി വിളിച്ചു. വിളിച്ച് കഴിഞ്ഞാൽ ഇവരെ അവിടെ നിന്ന് ഞാൻ തിരിച്ചു പോകുന്നു. സന്ധ്യയല്ലോ. പിറ്റേ ദിവസം ഒരു 8-10 മണിയായപ്പോൾ അടിമാലി പോയി പരാതി എഴുതി അത് പോലീസ് സ്റ്റേഷനിൽ കൊടുത്തു. പോലീസുകാർ അവരെ വിളിച്ചു, അവർ ചെന്നില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ വലിയ പ്രശ്നമാണെന്ന് കണ്ടപ്പോൾ ഇവർ മധ്യസ്ഥ തീർക്കാനായിട്ട് ആളെ ഇറക്കി. ആരാ മധ്യസ്ഥതയ്ക്ക് വന്നത്? ഇലംകുന്ന് അവിടെ വലിയ ഈ ചെരുപ്പടക്കാരനാണ്. അയാളെ വിളിച്ചു. അയാൾ എന്നെ വിളിച്ചു. ഞാൻ അവരുടെ കടയിൽ ചെന്നു. കടയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ എങ്ങനെയെങ്കിലും പറഞ്ഞു തീർക്കാം, നമുക്ക് ഇവിടെ വെച്ച് തീർക്കാൻ നോക്കും. അപ്പോൾ SIനെ കാണാൻ വന്നു സ്റ്റേഷനിൽ. എന്നെ കൂടാതെ അയാൾ മുമ്പേറ് പോയി. ഞാൻ ചെല്ലാമെന്ന് പറഞ്ഞാൽ ഒത്തു തീർത്ത് വിട്ടേക്കാമെന്ന് വെച്ചു. ചെന്നപ്പോൾ ഇയാൾ അതിൻ്റെ അകത്തുണ്ട്. പിന്നെ അല്ലല്ല, മധ്യസ്ഥൻ ഇലംകുന്നൻ, ജോയിന്ന് ഏതാണ്ട പേര്. വിളിച്ചു. അപ്പോൾ ഞാൻ കയറി ചെന്നപ്പോൾ SIയോട് പറഞ്ഞു, എന്നാൽ എവിടെ വെച്ചങ്ങ് തീർത്തരാം, ആ പ്രശ്നം തീർച്ചയായും. SI പറഞ്ഞാൽ കോടതി ചാർജ് ചെയ്തു, ഇനി ഒന്നും ചെയ്യാൻ പറ്റിയാൽ അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പോന്നു കഴിഞ്ഞപ്പോൾ ഈ എതിർകക്ഷികൾ ഇത് ഒരാളുണ്ടായിരുന്നു. ഇലംകുന്നൻ നിങ്ങളുടെ കൊടി ഓട്ടോ വിളിച്ച് എനിക്ക് തോന്നി. ഞാൻ പോവുകയും ചെയ്തു. മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് പോയോ? മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ പോലീസുകാരൻ നോട്ടീസ് കൊണ്ടെത്തുന്നു. ആ നോട്ടീസ് കിട്ടിയപ്പോൾ ഞാൻ ദേവികുളം പോയി. ദേവികുളത്തിൽ ചെന്നപ്പോൾ ആരെങ്കിലും കൂട്ട് വേണമെന്ന്, എനിക്കൊരു കൂട്ടും വേണ്ടെന്ന്. ബസ്സുണ്ടല്ലേ വേണ്ട, എനിക്ക് എൻ്റെ ആവശ്യമില്ല, ഞാൻ തന്നെ ഉൾക്കൊള്ളാം.
അവിടെ ചെന്ന് കോടതിയിൽ ചെന്നപ്പോൾ കേസ് നടന്നുകൊണ്ടിരിക്കുക. പിന്നെ അതിൻ്റെ ഓഫീസിൽ കയറിയിരുന്നു കഴിഞ്ഞ അപ്പോൾ വക്കീലന്മാരൊക്കെ എന്നോടൊക്കെ ഒത്തിരി കാര്യങ്ങളൊക്കെ ചോദിച്ചു, വർത്താനൊക്കെ പറഞ്ഞു. അങ്ങനെ കഴിഞ്ഞപ്പോൾ പരിചയക്കാരുണ്ട്, രാജമരിയിലുള്ള പരിചയക്കാരൊക്കെ ഉണ്ട്. ആ വക്കീൽ എനിക്ക് 10,000 രൂപ വന്നു, വേറെ ഒരു വക്കീൽ 1,500 രൂപ വന്നു. അതൊക്കെ കഴിഞ്ഞ് എന്നെ വിളിച്ചു, മത്സരിച്ച് വിളിച്ചു. എന്നെ കയറി ഇതെല്ലാം ചോദിച്ചു, അവിടെ നടന്ന സംഭവം എല്ലാം ഞാൻ പറഞ്ഞു തെറി പറഞ്ഞ് ഞാൻ പറയുമെന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ പറഞ്ഞു. അങ്ങനെ എല്ലാം മൊഴിയെടുത്ത് ആ കേസ് ഇനി എന്നത്തേക്ക് വരുമെന്ന് എനിക്കറിയില്ല, കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴും റോഡിൽ പോകുമ്പോൾ അമ്മമാരെ കാണാറുണ്ടോ? കണ്ടു. ഞാൻ ഈയിടെ എനിക്ക് പനിയൊന്ന് ഞാൻ ഇക്കരായി കിടന്നു. അവൻ്റെ ഉമ്മ 2 ആശുപത്രി കിടന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അവിടെ ഇരിക്കണമുണ്ട്. എന്നെ കണ്ടിട്ട് തിരിഞ്ഞു നോക്കിയില്ല. ഞാൻ കാണുകയൊക്കെ ചെയ്തു. അങ്ങനെ പിന്നെ ഈ പ്രശ്നം ഉണ്ടായപ്പോൾ മറ്റു പാർട്ടിക്കാർ അന്നൊക്കെ ഈ വലിയ അമ്മച്ചി ചട്ടി എടുത്തുകൊണ്ട് ഇറങ്ങി വലിയ പ്രതിഷേധം ഉണ്ടായിരുന്നപ്പോൾ BJP-ക്കാരും കോൺഗ്രസ്സുകാരും ഒക്കെ ഉണ്ടായിരുന്നല്ലോ. ഇപ്പോൾ ചോദിക്കാനും പറയാനും ആരും അന്നത്തെ ദിവസം അവരെ കുറ്റം പറയാൻ പറ്റില്ല, അവരൊന്നും അറിയില്ല. അന്നത്തെ ദിവസം അല്ലെന്നേ, അതിന് ശേഷം വന്നോ? അതിൻ്റെ ശേഷം BJP-ക്കാരും വന്നില്ല. ഈ കാര്യത്തെ പറ്റി ഒരു പാർട്ടിക്കാരും ചോദിച്ചിട്ടില്ല, ഒരു പാർട്ടിക്കാരും. ഞാൻ തന്നെയാണ് പോയത്, കോടതിയിൽ പോയത് ഞാൻ, സ്റ്റേഷനിൽ പോയത് ഞാൻ, ഇതെല്ലാം ഞാൻ ഒറ്റയ്ക്കാതെ. പിന്നെ അതുപോലെ സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന് പോയെന്നൊക്കെ അറിഞ്ഞു. പോയി. എങ്ങനെ പോയത്? അവർ വണ്ടി വിട്ടു വന്നു. ഞാൻ, എൻ്റെ മകള്, മക്കളുടെ പിള്ളേർ, മകളുടെ ഭർത്താവും പോയി. എറണാകുളത്ത്, തിരുവനന്തപുരത്ത്. അവിടെ ചെന്ന് നല്ല സുഖമായിട്ട് കല്യാണം കൂടി. സുരേഷ് ഗോപിയുടെ മക്കളുടെയും മരുമകൻ്റെ ഒക്കെ കൂടെ ഫോട്ടോ എടുത്ത് അവരെല്ലാവരും മകനായിട്ടും. എന്ത് ചോദിച്ചു സുരേഷ് ഗോപി? എന്ത് ചോദിച്ചു? അന്നേരപ്പം എന്നാ ചോദിക്കണമെന്ന് ചോദിച്ചൊന്നുമല്ല. പിന്നെ റവണർ കൂടി കണ്ടു. റവണർ ഒത്തിരി വർത്താനം പറഞ്ഞു. കൈ തന്നു, ഞാൻ കൈ കൊടുത്തു. അങ്ങനെ റവണർ വരാമെന്നൊക്കെ പറഞ്ഞു, വീട്ടിൽ വരാമെന്നൊക്കെ പറഞ്ഞു. ഇനിയിപ്പോൾ കേരളതാമസമല്ലേ? കേരളതാമസമല്ലേ വീട്ടിൽ? വിളിച്ചില്ല, ഇവർക്ക് അത്ര ഇഷ്ടമല്ല. ഞാൻ ഇത് കഴിഞ്ഞ് ഇവർ താക്കോല് തന്നിട്ട് ഈ മുറിയുടെ അടുത്ത് പണിതിട്ട് ഞാൻ എല്ലാവരെയും വിളിക്കും. എനിക്ക് വിളിക്കാതിരിക്കാൻ പറ്റിയല്ല, മക്കളെയും വിളിക്കുന്നില്ല. അപ്പം ഇവർ തിരക്ക് കൂട്ടി കഴിഞ്ഞാൽ നമുക്കത് പറ്റുമോ? ഇങ്ങനെ ഇട്ടേച്ചെങ്ങനെ വിളിക്കാൻ? ഈ ഒരു അവസ്ഥയിൽ എനിക്ക് പറ്റിയല്ല. അപ്പം ഞാൻ ആരും വിളിക്കുന്നില്ല. അവർ വന്ന് താക്കോൽ വന്ന് പൊക്കോട്ടെ. ഇടയ്ക്ക് പിന്നെ ആരൊക്കെ പറഞ്ഞു കേട്ടു, എന്തോന്നു അന്നക്കുട്ടി ചേട്ടത്തിയെ കൂടെ കാറിൽ കൊണ്ടുപോകാൻ പറഞ്ഞു, അവളുള്ള വണ്ടിയിൽ ഞാൻ കയറില്ല എന്നൊക്കെ നിങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞു. ഭയങ്കര എന്തൊക്കെയാണ് പറഞ്ഞുണ്ടാക്കി. ആൾക്കാരൊന്നും പറഞ്ഞിട്ടില്ല, ഈ പൊള്ളലുകാരനാ പറഞ്ഞുണ്ടാക്കി. ഇല്ലല്ലേ, എനിക്ക് കിട്ടിയത് അങ്ങനെയല്ല, എന്നെ അവൻ വിളിച്ചല്ലേ. അതൊന്നും എനിക്കറിയില്ല. അത് അവരോട് ചോദിച്ചാൽ അറിയാം, അത് എന്നോട് ചോദിച്ചാൽ എനിക്കറിയില്ല. ഞങ്ങൾ ഈ മീഡിയ കൂടെ അറിഞ്ഞതാ. അത് അവരോട് ചോദിച്ചാൽ അറിയാം, പറയുന്നവരോട് അറിയാം, നമുക്കറിയാം. അല്ല, ചെയ്യുന്നു പറഞ്ഞാൽ ഞാൻ ചട്ടി കൊണ്ടുപോയി കാലാകാലം എല്ലാവരും പറഞ്ഞ് നടക്കാമെന്ന് പറഞ്ഞ് പോയില്ല. പെൻഷൻ കിട്ടാനാ പോയത്. ഞാൻ ഇവിടെ സമരം ചെയ്യാനും പോയില്ല, അന്ന് ഒരു സമരത്തിനും നടന്നില്ല. അത് കഴിഞ്ഞാണ് ആൾക്കാർ അറിയണത് എനിക്ക് പെൻഷൻ വേണം, അവകാശമല്ലേ. അല്ല, അതിനിറങ്ങി. പിന്നെ ഞാനും എന്നെ കുട്ടിയും കാലാകാലം ഒന്നിച്ച് നടക്കാമെന്നൊരു പരസ്യം ഞാൻ ചെയ്തില്ലല്ലോ, ഒരു വാർത്തയ്ക്കും കൊടുത്തില്ല. അവരുടെ വീട് പൊളിഞ്ഞോല്ലോ. ഞാൻ ചോദിച്ചു, നമുക്കൊരു ദിവസം ചട്ടി കൊണ്ട് വാങ്ങി, നമുക്ക് ശമ്പളം കിട്ടണം, അല്ല പെൻഷനില്ല, കൂടെ പരാവോന്ന് ചോദിച്ചു. എങ്ങനെയാ അവര് പരിചയം? അവരങ്ങ് പൊളിഞ്ഞ പോലത്തല്ലേ? അതെ, അവരിവിടെ വിറക് കഴിവച്ചാലും പറയും, നമുക്ക് വിറക് കൊണ്ടുവന്ന് ഇവിടെ സിറ്റിയിൽ ഇറക്കിയാ വിൽക്കണേ. അപ്പം എൻ്റെ വീട് ഇതല്ലേ, അങ്ങനെ പരിചയം. തിരുന്നിന്ന് അവർക്ക് പെര കൊണ്ട് കൊടുത്തതാ. അപ്പം ആ സ്വർഗ്ഗവിരുന്ന് ഞാനും ഉണ്ടായിരുന്നു. അപ്പം ഞാനും സഹായിച്ചിട്ടുണ്ട് ഒത്തിരി. ചായ കൊണ്ടും പാത്രം കൊണ്ടും ആയുധം കൊണ്ടും ഒക്കെ സഹായിച്ചിട്ടുണ്ട്. അത് നമ്മൾ ഒരു പാവങ്ങൾക്ക് ഒരു കാര്യം ചെയ്യണം, നമ്മളെല്ലാവരും സഹകരിക്കുക, അത് മുഖപക്ഷം നോക്കിയല്ല, അറിയോ? അങ്ങനെ ഞാൻ കൂടിയത്. അല്ലാതെ അന്നക്കുട്ടിയുടെ കൂടെ കാലാകാലം നടക്കാമെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അതുപോട്ടെ. എന്നിട്ടും ഇപ്പോൾ പെൻഷനെ അമ്മച്ചി അന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും ഭയങ്കര ഇമ്പാക്റ്റ് ആയിരുന്നു. കാരണം ആൾക്കാരൊക്കെ ഒരു ഭയങ്കര ഒരു സന്തോഷം, പ്രതികരിക്കാൻ ആളുണ്ടല്ലോ എന്നുള്ളൊരു. ഇത് 7-ാം മാസം. 7-ാം മാസം ഇപ്പോൾ മുടക്കമായില്ലേ? വീണ്ടും ഇതുവരെ കൊടുത്തില്ല. കൊടുക്കുമെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ആഴ്ച തുടങ്ങി കൊടുക്കുമെന്ന് പറഞ്ഞാൽ ഇതുവരെ ആർക്കും കിട്ടിയിട്ടില്ല. ഇടയ്ക്ക് എന്തോ ഇതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഒത്തിരി പരാതി കിട്ടി. ഈ കഴിഞ്ഞ ഇപ്പം 2 തവണ കൊടുത്തല്ല, ആ കൊടുത്തതിൽ ചിലർക്ക് 1200. 1200, 1600 ആ കാര്യമായി പറയണേ. എനിക്ക് ഒത്തിരി പരാതി കിട്ടി. 1200, 1300 പല രീതിയിലാണ് കൊടുക്കണം. അത് തരാമെന്ന് അവരോട് പറയണമെന്നാണ് പറഞ്ഞത്. അവരോട് ഉണ്ടല്ലോ, അവരോട് ഞാൻ പറയിപ്പിക്കാം. അവർക്ക് അങ്ങനെ അവർക്ക് പിന്നെ കൊടുക്കാമെന്നാണ് പറഞ്ഞത്. എനിക്ക് 1600 രൂപ പണം കിട്ടാൻ 2 പ്രാവശ്യം കിട്ടി. ഇവിടെ കൊണ്ടേ തരും. ഇപ്പം 7 മാസമായിട്ട് ഇല്ലല്ലോ. ഇത് 7-ാം മാസം. 7-ാം മാസം. അല്ല, ഇപ്പോൾ പിണറായിയുടെ ഹെലികോപ്റ്ററൊക്കെ എടുത്ത് വാടക കിട്ടേക്കില്ലേ? അതിനിപ്പോൾ എന്നാ, അയാൾ ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുകയല്ലേ. കൊണ്ട് റിയാസ് ആ തിരുവോണത്തിൻ്റെ അന്നങ്ങളെ അല്ല ഊഞ്ഞാലാട്ടമല്ലായിരുന്നു, ആട്ടത്തട്ടം
നക്ഷത്രമൊക്കെ ഊഞ്ഞാലെ പതിച്ച് എന്താർന്ന് കളി നമ്മൾ കണ്ടോണ്ടിരിക്കണല്ലേ. റിയാസിനെ കിട്ടിയതൊക്കെ ഉണ്ടായിരുന്നു നല്ല കാര്യം. അല്ല ഇനി ഇപ്പം പിണറായിക്ക് ശേഷം അടുത്ത് റിയാസ് മുഖ്യമന്ത്രിയാവുന്നൊക്കെയാണ് പറയുന്നത്. അത് സ്വന്തം കണ്ടാൽ മതി. അത് അങ്ങാലോകത്തിൽ പറഞ്ഞാൽ മതി. എനിക്ക് കിട്ടൂല. കിട്ടൂലേ? കിട്ടൂല. ജനങ്ങൾക്ക് മതിയായി. ഇപ്പം തന്നെ കണ്ടല്ലോ. ഇനി ഒരെണ്ണം കിട്ടി, ഇനി ഒന്നും കിട്ടിയത് സംശയിക്കണ്ട. ഇനി പിണറായിനെ കൈ കഴുകി തൂത്തിറക്കി വിടുക. കൈ കഴുകാൻ വരെ സമ്മതിക്കില്ല. ഈ ജനം നട്ടംതിരി ആശുപത്രിയിൽ പോയി. ഇപ്പം അടിമാലി താലൂക്ക് ആശുപത്രി പണിയുണ്ട്. അത് എന്നതാ കാറ്റിയേക്കണം. ഞാൻ ചോദിക്കണേ, ഇപ്പം മുല്ലപ്പെരിയാർ പൊട്ടിയാൽ എറണാകുളംകാർക്ക് പേടിക്കണ്ട. ഈ താലൂക്ക് ആശുപത്രിയും 10 നിർത്താം. കാരണം അതിൻ്റെ പണിയാണ്, ഇടുക്കി ഡാമിൻ്റെ പണിയാണ്, കൊളയിൽക്കൂട് പോലെ. ഇപ്പം അതിൻ്റെ അകത്തൊന്ന് കയറണം, മുട്ടോളം കയറാൻ. ഡോക്ടറില്ല, മരുന്നില്ല. എനിക്ക് ഞാൻ നാൾ ഈ പനിയായിട്ട് പോയി 450 രൂപ. പിന്നെ എക്സ്റേ എടുക്കണമെന്ന് ഞാൻ പറഞ്ഞു, എക്സ്റേ എടുക്കണ്ടാന്ന്. ഞാൻ ആ പുറത്ത് മെഡിക്കൽ സ്റ്റോറിൽ പോയി ഈ ഗുളികയ്ക്ക് എന്നാ നോക്കാം 450. ഞാൻ ആ വലിച്ചേറിയ പള്ളിയിലേക്കാണ്. ആശുപത്രിയിൽ തരാൻ ഗുളികയില്ല ഇല്ല. അപ്പം ഞാൻ വലിച്ചേറി കളഞ്ഞു. പിന്നെ ഞാൻ നോക്കി മുട്ടോളം ചേറ് ഈച്ച അരിക്കുക. അങ്ങനെ ആ വെച്ച് നോക്കുമ്പോൾ ഒരു പ്രൈറ്റ് ഇപ്പോൾ ഈച്ചയും കടി കൊള്ളണ്ടല്ലോ, കൊതുക്കും കൊള്ളണ്ടോ. ഈ 450 രൂപ ഉണ്ടെങ്കിൽ എനിക്ക് ഒരു ദിവസം മരുന്ന് മേടിക്കാൻ പാടില്ലേ, നല്ല വീട്ടിലേക്ക് കിടക്കാൻ പാടില്ലേ. അതുകൊണ്ട് ഇക്കടെ പോയി കാണും. ഇക്കടെ പോയി കാണും. പിണറായി വിജയന് പിന്നെ ഭാര്യയ്ക്കും കൂടി ചികിത്സിക്കാൻ വേണ്ടി ഒരു 2 മാസത്തെ ചിലവ് എത്ര 75 ലക്ഷം രൂപ എഴുതിയെടുത്തതെന്നാണ്. 75? അതുപോലെ എന്തോരം എടുത്തേക്കണം. അതിനല്ല കൂടിയേക്കണം. ഗോവിന്ദന് നല്ല വശമാണല്ലോ ഒതുക്കി കൊടുക്കാൻ. ബാലനും അവരാണല്ലോ ഇപ്പം ഉണ്ടായിരുന്ന ഏത് രീതിയിലാക്കിയെടുക്കണം. ഗോവിന്ദൻ ബാലനെന്നാ പണി? ബാലന് ഇത് തന്നെയല്ലേ പണി, സപ്പോർട്ട് പിടിക്കൽ. അതിൽ ഈത്തപ്പഴം 13 വിറ്റത് ബാലന. നല്ല കഴിവവന്. അല്ല, മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ ഒരുപാട് പിന്നെ ആരോപണങ്ങളൊക്കെ വന്നു, മാസപ്പടി കേസോ അതും ഇതൊക്കെ വന്നു. ഇതുവരെ ഒന്നും ചെയ്തില്ലല്ലോ. ഒന്നും ചെയ്യണ്ട. അതിന് നല്ല അവസരം ഉണ്ടായി തന്നുകൊണ്ടിരിക്കുക ഇവരെല്ലാവരും. കാരണം അതിനാ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ അവരെ വെറുതെ വിടുവോ? ജനം നോക്കിയിരിക്കുകയല്ലേ. ഇവനിപ്പോൾ കുറേ പോലീസുകാരുണ്ട്. കണ്ണൂർ കുറേ ഗുണ്ടകളുണ്ട്. അതിൻ്റെ ഗുണ്ടകൾ അവർക്ക് വടിവാളും തോക്കും ബോംബ്. ഇപ്പം എല്ലായിടത്തും ബോംബ് ഉണ്ടായിരിക്കുകയല്ലേ. ആട്ട് അവർക്കൊന്നും അറിയില്ല. പിണറായിയുടെ വീടിൻ്റെ കാവിലെ അവരെ SFIക്കാരാ. പിന്നെ വീണ ജോർജ് ഉണ്ടല്ലോ, ഒക്കെ നല്ല ആരോഗ്യമാണ് ജോർജിന്. വീണയ്ക്ക് ഇച്ചിരി കുറവാണെങ്കിൽ ജോർജിന് നല്ല ആരോഗ്യമാണ്. അപ്പോൾ ജോർജിൻ്റെ കളി തന്നെ പമ്പർനോത്തിനെ കണ്ടോണ്ട് അല്ലേ. അപ്പോൾ ആരോഗ്യം വെച്ചാൽ കളിക്കണേ. ഞാൻ നോക്കിയിട്ട് ഇവള് അങ്ങാടിക്കട പ്രസംഗം പറഞ്ഞ് നടന്നവളല്ലേ. അപ്പോൾ ആശുപത്രിക്ക് ഒരു ആരോഗ്യം കാണിച്ച് ഞാൻ പറഞ്ഞില്ല വലിച്ചൊരു പള്ളകളങ്ങ്. ഞാൻ ചോദിക്കണേ, ഡോക്ടർമാരെന്ന് പറഞ്ഞാൽ അവർ പഠിച്ചേച്ചു വന്നാൽ വീണ ജോർജ് പഠിക്കണ്ട. അവൾ കണ്ടവരോട് ചോദിച്ച് വായിച്ച് പഠിച്ചതാണ്. മനസ്സിലാക്കണം. ഡോക്ടർമാർ ഇന്ന് എത്താലും ജീവിച്ചിരുന്നാലും അവർക്ക് മരണം വരെ കാശായി കുഴിയിലേക്ക് പോകുന്നവരെ. അതുപോലെ റവണറെ കരിങ്കൊടി കാണിക്കുന്നുണ്ട്. ഈ പിണറായിക്ക് അതിനുള്ള കഴിവ് സാമർഥ്യം അല്ലെങ്കിൽ ശരിക്കും പഠിച്ചാണോ ഈ IAS-കാരെ മര്യാദ പഠിപ്പിക്കാൻ നടക്കുന്നത്? നാണയില്ലേ അവർക്ക്? അവർക്ക് നാണയില്ലേ? ഈ പ്രതിഷേധമൊക്കെ വ്യത്യസ്തമായിരുന്നു. ചിലരൊക്കെ ആണെങ്കിൽ വെച്ചാൽ കരിങ്കൊടി കാണിക്കും, അങ്ങനെയൊക്കെ ആയിരുന്നു. കരിങ്കൊടി എന്ന് പറഞ്ഞാൽ അത് അവരുടെ കൃഷിയാ. അല്ല, അങ്ങനെയല്ല. അങ്ങനെ പല രീതിയിലുള്ള സമരമുറയാണ് ചേട്ടത്തി ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചട്ടി എടുത്തുകൊണ്ട് അതൊരു വ്യത്യസ്തമായിട്ടുള്ളത്. രണ്ടാമത് ബ്രേസർ ഉയർത്തി കാണിച്ചു. അതെന്താ നാണം കെട്ടവൻ. അതിൻ്റെ വില പോലും അവന് ഇല്ലാന്നാ കാണിച്ചതിൻ്റെ അർത്ഥം. ഈ ഇത് കാട്ടി അതിൻ്റെ അത്രയും പോലും വിലയില്ലാന്നാ കാട്ടെ. ഇത്രയും പോലെ അവൻ അംഗീകരിച്ചിട്ടില്ലാന്നാ അതിൻ്റെ അർത്ഥം. എൻ്റെ അർത്ഥം. അപ്പോൾ ഇനി ഒരു പ്രതിഷേധം ചെയ്യാൻ എന്തെങ്കിലും കാര്യത്തിന് പ്രതിഷേധിക്കാൻ പോവുകയാണെങ്കിൽ ഏത് രീതിയിലുള്ള പ്രതിഷേധ രീതിയായിരിക്കും സ്വീകരിക്കുന്നത്? അത് അന്നേരമല്ല പറയാൻ പറ്റുള്ളൂ. ഇനി എന്നാ അതാ വന്നെന്ന് അന്നേരം കണ്ടെങ്കിൽ മനസ്സിലാവുള്ളൂ. കാണാതെ നമുക്ക് പറയാൻ പറ്റും. ഇനിയിപ്പോൾ ഒരു കാര്യം ചോദിച്ചേ, പിണറായി വിജയൻ എവിടെയെങ്കിലും വെച്ച് നേരിട്ട് ഇങ്ങനെ മുഖാമുഖം കണ്ടു, അമ്മച്ചി എന്തായിരിക്കും ചോദിക്കുന്നത്? അയാൾ അതിനോട് ചോദിച്ചാൽ അതിൻ്റെ മറുപടി പറയും. അല്ല, ഒന്നും ചോദിച്ചില്ലെന്നിരിക്കട്ടെ, പുള്ളി വന്ന് ഇങ്ങനെ നിൽക്കുകയാണ്. അല്ല, ഇവൻ്റെ പോലീസ് വേണം. ഞാൻ പോലീസിനെ വിട്ടിട്ട് എന്തോരം കൊച്ചങ്ങളുടെ പവാട വരെ വലിച്ചു കീറിക്കളഞ്ഞ ഇവിടെ ആലപ്പുഴ എത്ര പിള്ളേരുടെ വസ്ത്രം വരെ വലിച്ചു കീറി പിണറായി ഇവിടെ കൊണ്ടകൾ പോലീസ്. എന്താ പറഞ്ഞതെന്ന് ചോദിച്ചാൽ അവൻ്റെ വായു എന്നെ കോതയ്ക്ക് പാട്ടും പിണറായിയുടെ. അല്ല, പിണറായി വിജയൻ നേരെ മുമ്പിൽ വന്നു കഴിഞ്ഞാൽ ചേട്ടത്തി എന്തായിരിക്കും ചോദിക്കുന്നത്? എനിക്ക് അവനോട് ഒന്നും ചോദിക്കണ്ട, ഇഷ്ടമാണ്. അല്ല, അമ്മച്ചിയുടെ അടുത്ത് ചേട്ടത്തിൻ്റെ അടുത്ത് പറയാണ്, ചേട്ടത്തി കഴിഞ്ഞതെല്ലാം പോട്ടെ, ഇനി കൃത്യമായിട്ട് ഞാൻ പിന്നെ പെൻഷൻ തരാം, നന്നായിക്കോളാന്ന് പറഞ്ഞാൽ ചേട്ടത്തി എന്ത് പറയും? എനിക്ക് മാർച്ച് തന്നാൽ മതി, ഇനി ഒഴിവായി തന്നാൽ മതി. ഈ ചീഞ്ഞ വാഴപ്പട്ടി ഒരറ്റം പകുതിക്ക് വെച്ച് ചീഞ്ഞ് വാഴപ്പട്ടി ഇങ്ങ അറ്റത്ത് രണ്ടറ്റത്ത് ഇച്ചിരിച്ച് തരുപ്പുണ്ട്. അത് വെറുതെ വയ്ക്കാൻ പറ്റുമോ? കണ്ടോ, തീർച്ചയായും മാറ്റം. ഇനിയിപ്പം വേറെ കാര്യമുണ്ട്. ഇനി വന്നു കഴിഞ്ഞാൽ ഈ പറയുന്നത് ഇനി അവൻ വരണ്ടാന്ന്. അല്ല, മുഹമ്മദ് റിയാസ് വരുമെന്ന് പറയുന്നത് മരുമോൻ.
അത് അവൻ്റെ മനസ്സിലെ പ്ലാനാണ്. അവനിപ്പോൾ രണ്ടാമത് പെമ്പർനത്തി കിട്ടി. ആദ്യത്തെ പെമ്പർനത്തി എവിടെയാണെന്ന് അവന് നിശ്ചയം വരെയില്ല. ഈ റിയാസിനറിയാം അവൻ്റെ മക്കളും പെമ്പർനത്തി എവിടെയാണ്. എനിക്കറിയാൻ പാടില്ല. ഇവർക്ക് രണ്ടുപേർക്കും മക്കളും ഭർത്താവും ഉണ്ട്. എവിടെയാണെന്ന് ഇവർക്ക് രണ്ടുപേർക്കും നിശ്ചയമില്ല. അങ്ങനെയുള്ളവരുടെ പോത്തിൻ്റെ പൂജ കിന്നരം വായിച്ചെന്ന് കാരണന്മാർ പറയും. പോത്തിന് മനസ്സിലാവണ്ടോ കിന്നരം വായിച്ചാ? പറ. പോത്തിന് മനസ്സിലാവുക കിന്നരം വായിക്കണമെന്ന് പോത്തിന് മനസ്സിലാവണ്ടോ? പറ. പോത്തിന് മനസ്സിലായില്ല. ഒരു പാട്ടുണ്ട്, അതെന്തോ ഒരൊച്ചയൊക്കെട്ടെന്നാ പോത്തിന് മനസ്സിലാകണത്. അല്ല പോത്തിനൊന്നും മനസ്സിലായില്ല. ഈ പോത്തിനോടൊക്കെ അങ്ങനെയാ പറയുന്നത്. പോത്താവര് അല്ല സ്വന്തം മക്കളെ കളഞ്ഞേച്ച് ഈ രീതിയിൽ ഉണ്ടാക്കിക്കൊണ്ട് നടക്കൂല. ആരും നടക്കൂല. ഞാനും 3-4 മക്കളെ ചെയ്താ. മക്കൾ ദൈവം പറഞ്ഞിരിക്കണം കാണപ്പെട്ട ദൈവം അപ്പനും അമ്മി. അത് കഴിഞ്ഞാൽ സ്വത്ത് മക്കളാന്നാ. അല്ല അല്ലെങ്കിൽ പറ മക്കളല്ലേ? മക്കൾ സ്വത്തായതുകൊണ്ടല്ലേ പിണറായി വിജയൻ മകളെ ഇങ്ങനെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്? അത് പറ. മകളെ മോളിൽ മകളുടെ മക്കളോ ഭർത്താവോ അങ്ങോട്ടും കിടക്കണം. പിന്നെ റിയാസിൻ്റെ മക്കളോ അതിനത് മക്കളല്ലേ? അതും കൂടെ പറയണം. ഞാനേ എന്നാ ദൈവം ഇങ്ങനെ വിട്ടേക്കുന്നതുണ്ടല്ലോ, കുറേ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചാൽ വിട്ടേക്കണം. അത് കണ്ടു പഠിക്കണതാ, കണ്ടും കേട്ടും പഠിക്കണതാ. ഈ മനോരമ കാട്ടും തന്നെ ഇന്നെല്ലാം കാട്ടി. ഇപ്പം ഒരു 15 കൊല്ലം കഴിഞ്ഞ കേസല്ലേ പൊക്കേക്കണേ മനോരമ. അതെന്നെ കാണിച്ചു തന്നു. എനിക്കറിയാൻ പാടില്ലേ? അല്ലേ? ഇത്രയോ കൊല്ലം ഒതുക്കി നടന്ന് പാവന്മാരാരാ ജാതി? 15 കൊല്ലം വെച്ചും മിടുക്കനായിട്ട് നടന്നില്ലേ? അവിടെ പോയി ഇവിടെ പലയിടത്തും ഞാൻ കേട്ടിട്ടുണ്ട്. ഒരാൾ ഇവിടെ ഇതുവരെയും കണ്ടിട്ടില്ല. കുഞ്ഞപ്പിന്ന പേരെ അവൻ എറണാകുളത്ത് വെച്ച് കണ്ടെന്ന് പറഞ്ഞു, ബോംബെയിൽ വെച്ച് കണ്ടെന്നും പറഞ്ഞു, തിരുവനന്തപുരത്ത് വെച്ച് കണ്ടു. ഈ 200 ഏക്കറിലുള്ള ഇന്ന് വരെ കണ്ടിട്ട് ഒരു 5-8 വർഷമായി. ഇവരെയും കണ്ടിട്ടില്ല. വീട്ടുകാർ ഭാര്യയുണ്ട്, ഒരു 2-3 പിള്ളേരുണ്ട്. പിള്ളേരെന്ന് പറഞ്ഞാൽ 6 അവൻ പോകുമ്പോൾ കുഞ്ഞുങ്ങളാണ്. അപ്പം പിള്ളേർ 6 ഇവരെയും കണ്ടിട്ടില്ല. ആർക്കും പരാതിയില്ല. ജനക്കല്ല പരാതി. പാവപ്പെട്ടവനല്ലേ അവൻ. ഒരു പട്ടി അതിനെ കണ്ട് പട്ടി എത്തും പോലെ പാങ്ങൾ എത്താൻ ഒരു വിലയില്ല. ഞാനിപ്പോൾ അവിടെ താഴെ വന്നിട്ട് ഈ മറിയക്കുട്ടി ചേട്ടത്തിൻ്റെ വീട് എവിടെയാണെന്ന് ഒരുത്തണ്ട് ചോദിച്ചപ്പോൾ ചോദിക്കുക മജിസ്ട്രേറ്റ് മറിയക്കുട്ടിയാണോ എന്ന്. അത് അങ്ങനെ ചോദിക്കാൻ കാരണം മജിസ്ട്രേറ്റ് മറിയക്കുട്ടി എന്ന് പറഞ്ഞാൽ അപ്പം ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഒരുത്തനെ കണ്ടിട്ടില്ല. 8-10 വർഷമായി ഇതുവരെയും കണ്ടില്ല. അപ്പം ഇത് അന്വേഷിക്കാൻ ഇവിടെ ആരെങ്കിലും ഉണ്ടോ? ഭാര്യയും മക്കൾക്കും അത് ഒരു പരാതി കൊണ്ട് പോകാനുള്ള കഴിവില്ല. അപ്പം പിന്നെ അവനങ്ങ് പോട്ടെ എന്ന് വെച്ചു. അത് മറിയക്കുട്ടി പറയും. പറഞ്ഞില്ലേ? അതുകൊണ്ടാ ഒരു മത്സരമായിട്ടാവണം. ഇത് എന്തിയാന്ന് ചോദിക്കും. അത് മത്സരമായിട്ടായി. പിന്നെ അതേപോലെ അത് സാങ്കല്പികമായിട്ടൊരു ചോദ്യമാണ്. അമ്മച്ചിക്ക് ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനം കിട്ടിയെന്നിരിക്കട്ടെ, മുഖ്യമന്ത്രിയായിട്ട് ഒന്ന് വിചാരിച്ചോ? മുഖ്യമന്ത്രിയായി കഴിഞ്ഞാൽ ചെയ്യുന്ന ഒരു 2-3 കാര്യങ്ങളൊന്ന് പറഞ്ഞേ. മനുഷ്യനെ ഒന്നുപോലെ കാണണം. ഒന്നുപോലെ നമുക്ക് 10 വിരലുണ്ട്. 10 ഒപ്പാണോ? അതെ, 10 ഒപ്പമല്ല. അല്ല, അപ്പം ഈ 2 നമ്മൾ അംഗീകരിക്കണോ? അത് വേണം. അപ്പം നമുക്ക് ചെറിയവനും വലിയവനും ഒക്കെ ഉണ്ട്. എല്ലാവരും നമ്മുടെ ആൾക്കാരാണ്. ദൈവം സൃഷ്ടിച്ച ആൾക്കാരാണ്. കിടപ്പാടമുള്ളവരുണ്ട്, ഇല്ലാത്തവരുണ്ട്, നല്ല വസ്ത്രം ഇല്ലാത്തവരുണ്ട്, എല്ലാം ഉണ്ട്. കൊട്ടാരമുള്ളവരുണ്ട്. എല്ലാവരും ആ പാവങ്ങളെ ഒന്ന് കയ്യിലെടുക്കണം. അത് കുടിച്ചാണോ കുടിക്കാതെയാണോ മുഖം വേണ്ട. അതിന് ആൾക്കാരെ നിയമിച്ച് ഇങ്ങനെ വല്ലവരും ഉണ്ടോ? അതാണ്. പെൻഷൻ കൊടുക്കുമോ? കൃത്യമായിട്ട് പെൻഷൻ കൃത്യമായിട്ട് കൊടുക്കും. എല്ലാം കൊടുക്കണം. നമ്മൾ ചോദിക്കുക. എൻ്റെ വീട്ടിൽ കഞ്ഞി വെക്കേണ്ടത് ഞാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ഞാൻ കൂലിപ്പണി എടുക്കണം. എൻ്റെ അയൽപ്പത്ത് സുഖമില്ല, മൊത്തത്തിൽ കിടക്കുക. 4 പിള്ളേരെ വളർക്കണം. ആ കൂലിപ്പണി ചെയ്ത് ഒരു ഓണത്തിൻ്റെ അടുത്ത് കരഞ്ഞുകൊണ്ട് വന്നു. തള്ള ആഹാരം കൊടുത്തപ്പോൾ തള്ള കഴിക്കുന്നില്ല. എന്നാന്ന് ചോദിച്ചാൽ പിള്ളേർ വിഷമിക്കാം. നീ കഴിച്ചോ എനിക്ക് ഒന്നുകൂടാ. എൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന എല്ലാ കറിസാധനവും അരി സകല സാധനം പുരോഗതി കൊടുത്തു കിട്ടും. എൻ്റെ ദൈവം തന്നാത്. അതൊക്കെ എൻ്റെ പണി. അതുകൊണ്ട് എനിക്ക് ജനങ്ങളുണ്ട്. തെറ്റാണോ? അത് തെറ്റില്ല. അങ്ങനെ വേണമല്ലോ, അങ്ങനെ വേണമല്ലോ. എനിക്കുള്ളതെല്ലാം കൊടുക്കാൻ പറ്റുള്ളൂ. ഞാൻ മുഖ്യമന്ത്രിയാണെങ്കിൽ അതിൽ കൂടുതൽ കൊടുത്താൽ. അല്ല, ഈ മുഖ്യമന്ത്രിയായിട്ട് ചേട്ടത്തി വരുന്നെന്ന് വെച്ചോ. പക്ഷേ ഈ ഇതൊക്കെ പെൻഷൻ കൊടുക്കാനൊക്കെ ഖജനാവ് പൈസ വേണ്ട. പൈസ മൊത്തം അങ്ങനെ ദൂർത്തടിച്ചില്ലേ? അപ്പോൾ പിന്നെ എന്ത് ചെയ്യും? ഖജനാവ് കാശൊന്നും ഒരു വിഷമമില്ല. ഖജനാവിൽ കാശ് ഇതിനെ കൊണ്ട് ഉണ്ടാക്കിക്കാൻ എന്നാ വിഷമം? ഇറങ്ങിപ്പോയാൽ പിന്നെ എവിടെയെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. മുല്ലപ്പെരിയാർ അത് എപ്പോഴും കൂടിക്കാഴ്ച നടത്തുക. ഇവരെ പാർട്ടിക്കാർ ഗോവിന്ദ എന്ന് വേണ്ട ബാലൻ അവിടെ നിന്ന് ഇറങ്ങുന്നില്ല തമിഴ്നാട്ടിൽ നിന്ന്. അല്ല, കോടിക്കണക്കിന് അമ്മരുത്തുണ്ട് മുല്ലപ്പെരിയാർ. അപ്പം അതിന്ന് ഈടെ എഴുതി കൊടുത്തേക്കുക. ഇവന്മാരെല്ലാവരും പങ്കെടുത്തു. അത് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഭൂമികൾ പിടിക്കണം. അവരെവിടെയെല്ലാം മേടിച്ചിട്ടുണ്ട് അത് പിടിക്കണം. കേരളത്തിന് കടം തീർക്കാൻ തന്നെ വിഷമം. ഒരു വിഷമമില്ല. പൊതുജനങ്ങളെ ഒത്താതെ എവിടെ ഏത് പാർട്ടി ആയിക്കോട്ടെ
പാർട്ടി നോക്കരുത്. പാർട്ടി നോക്കരുത്, എന്നാലും നാട് രക്ഷപ്പെടും. ഒരു പാർട്ടി BJP ആട്ടെ കോൺഗ്രസ് ആട്ടെ എന്തും ആയിക്കോട്ടെ, ജനങ്ങൾക്ക് ആവശ്യം എല്ലാവർക്കും ഒരുപോലെയാണ്. ഈ അവകാശം മാവേലി നാട് വേണം. എന്നാലും എന്നാ പറഞ്ഞേ, മനുഷ്യരെല്ലാവരും ഒന്നുപോലെ ആവണമെന്നില്ല. അപ്പോൾ ഒന്ന് ആകാനുള്ള പണി ചെയ്യണം, അതാണ് എൻ്റെ ശരി അല്ലേ? നമ്മളിങ്ങനെ നമ്മുടെ കൊട്ടാരം എനിക്കിപ്പോൾ കോൺഗ്രസ്സുകാരുണ്ടാക്കിയ തന്നെ എൻ്റെ പേരുടെ അപ്പടി ചോരുമായിരുന്നു, സീറ്റായിരുന്നു. വീട് ഫസ്റ്റ് കണ്ട പിറ്റേക്കടെ വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് മഴ പെയ്താൽ കിടക്കാൻ പറ്റുമോ? മുക്കി കളഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം അത് വന്ന് വാർത്തക്കാർ, മാതൃഭൂമി എല്ലാവരും വന്നു. അവരൊക്കെ ഇത് പിടിച്ചാണ് എനിക്കത് കിട്ടിയത്. ഞാൻ പാന വായിച്ച് കിട്ടിയതല്ല. അല്ല, പുറത്തോട്ടൊക്കെ ഇറങ്ങുമ്പോഴത്തേക്ക് ആൾക്കാർക്ക് ഇപ്പോൾ ഉള്ള സമീപനങ്ങളുണ്ട്. പണ്ടത്തെ മറിയ കൂട്ടിച്ചേട്ടത്തി അല്ലല്ലോ ഇപ്പോൾ. പണ്ട് ഞാൻ ഫാസ്റ്റായിട്ട് പോലും പഠിക്കാനുള്ളതാണ്. ഫാസ്റ്റായിട്ട് ഞാൻ കണ്ടവൻ്റെ കഷ്കാനോ മോഷ്ടിക്കാനോ അന്നും കണ്ട കാര്യം. ഞാൻ ഇങ്ങനെ പണിയാൻ പോവുക, 3-4 പിള്ളേരുണ്ട്. അതെനിക്ക് പഠിപ്പിക്കാൻ നിവൃത്തിയില്ല. തൃശ്ശൂര കൊണ്ടുപോയിട്ടാണ് മഠത്തിൽ. അവരവിടെ നിന്ന് പഠിക്കും, മടങ്കാർ നോക്കിയോളും. അപ്പോൾ അവിടെ നിന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ അവിടെ പണി. അപ്പോൾ 2 മാസമൊക്കെ കൂടുതൽ പിള്ളേരെ എടുത്തു. ഒരു കൊച്ചൻ വീട് വിട്ട് ഒളിച്ച് പോയ കൊച്ചൻ, അവൻ്റെ വീട്ടിലെ കൊച്ചാ, കണ്ടറിയാം. എന്നെ വിളിച്ച് ചേച്ചിയെന്ന് വിളിച്ചു. അപ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കി, കൊച്ചാൻ നിൽക്കാൻ പറഞ്ഞു. നോക്കുമ്പോൾ ഒരു 10-22 വയസ്സുള്ള കൊച്ചനാണ്. ഞാനവിടെ നിന്നു. എന്നാ മാനേനെ ചേച്ചി 2 ദിവസമായി ആഹാരം കഴിച്ചിട്ട് എൻ്റെ ചായ കുടിക്കാൻ തന്നെ. ഞാൻ നോക്കുമ്പോൾ ആകെ 20 രൂപ. ഒരു പെണ്ണ് പണിയാൻ പോയാൽ അന്ന് 20 രൂപ കൂലിയുള്ളൂ അന്നത്തെ കാലത്ത്. ഞാൻ ആ 20 രൂപ എടുത്ത് വെക്കും. ചേച്ചി പോയി ചായയും കുടിച്ചോ, ചോറ് എന്നാൽ അത് മതി, ചോറിനാൻ ചായയും കുടിച്ചോ, ചോറും കൊണ്ടോളാം. എനിക്ക് എന്താ ദൈവം തരുമെന്ന് എനിക്ക് നല്ല വിശ്വാസമുള്ള ആളാണ്. പള്ളി പോകാറുണ്ടോ? ഞായറാഴ്ച പള്ളി പോകാറുണ്ട്. ഇപ്പോൾ പോയാല ഇപ്പോൾ 10 മാസമായി പറ്റും. അതെന്താ പറ്റുന്ന, രാഷ്ട്രീയവും പള്ളിക്കാരും ഒരേപോലെ വ്യത്യാസമൊന്നും ഞാൻ കാണുന്നില്ല. നല്ല പിരിവാ. ഇപ്പം നിസ്സാരം ഒരു കാര്യം പറയാം. 3-4 ദിവസമായുള്ളൂ, 3 തന്നെ വിളിച്ചു. CSIക്കാരാ ഒരു തള്ളം വെച്ചു. തള്ളയാണോ പറയാൻ വേണ്ടിയാ. അന്നേരം മരിച്ചുപോയി ഞങ്ങളുടെ ആള്. ഞങ്ങൾക്ക് ഒരു നിവൃത്തിയില്ലായിരുന്നു അടക്കാൻ. അതെന്നാന്ന് ചോദിച്ചു, ചൗക്കോട്ടയില്ലേ ഇഷ്ടംപോലെ സാഹിബ്മാരുടെ പള്ളി CSIക്കാർക്ക് കൊടുത്ത ആ സാഹിബ്മാർ. അപ്പോൾ ഇഷ്ടം പോലെ കിടപ്പുണ്ട്. അതിൻ്റെ കാരണം ഒരു 16,000 രൂപ ചോദിക്കണേ. ഏത് കുഴിച്ചിട്ടുണ്ട ഇത്രയും സ്ഥലത്തിന്. അപ്പോൾ ആ കുഴി വെട്ടാൻ പള്ളിയിൽ ആളുണ്ട്. അവരെ വിളിച്ച് അതിന് അവർ പറയണൊക്കെ കൊടുക്കും. അതുകൊണ്ട് ഞങ്ങൾ സ്വന്തക്കാർ തന്നെ കുഴി താറ്റി കുഴിച്ചിട്ട് 16,000 രൂപ. രാഷ്ട്രീയമായിട്ട് തന്നെ മാറ്റം പറ. ഒരാളെ എത്രയോ സ്ഥലത്ത് കുഴിച്ചിട്ടുന്നതിന് 16,000 രൂപ പള്ളിക്കാർ പഠിക്കണം. അവരെന്നാ ദൈവകാര്യം പറയണം? പള്ളി അല്ല, ബൈബിളിൽ കൊടുത്തിട്ടുണ്ട്, എവിടെയെങ്കിലും പറയാൻ പറഞ്ഞു. ഈ കുഴിച്ചിടുന്ന ആൾ ജീവിച്ചിട്ട് ഇപ്പോൾ കൊടുത്ത ആൾ ഈ ചത്ത് ഇത്രയും സ്ഥലത്തിനാണല്ലോ ഈ 16,000 രൂപ. എൻ്റെ കയ്യിൽ പോകണ്ട്. അതിലിപ്പം നിങ്ങൾക്ക് വേണേൽ വിളിക്കാം, മേരിന്ന പേര്. അവരിപ്പോൾ പറയും. ഞാൻ തെളിവെടുത്താച്ചാ പറയണേ. അപ്പം ഈ എന്തിനാ പോണേ? അപ്പോൾ എന്തിനാന്നേ പോണേ? ഇപ്പം ഞാൻ നോക്കിയപ്പോൾ ഈ വാരിക്കൊരു മടുത്തു. ഒന്നാൻ്റെ അടിമാലിൽ മനുഷ്യരെ കുഴിച്ചിട്ട എല്ലാ സൗകര്യവും പാർക്കുക. അവിടെ കാവക്കാരും ഉണ്ട്. ഒന്നും കൊടുക്കാൻ ഏതാണ്ട് ഒരു ചിലവ് 500 രൂപ 1000 രൂപ കൊടുത്താൽ മതി, സുഖമായിട്ട് എത്തിച്ചാൽ. പിന്നെ ഇവരുടെ കാല് പിടിക്കുന്നത് എന്തിനാ? അത് ശരിയാണല്ലോ. എനിക്ക് ദൈവത്തോട് ചോദിക്കണം. ദൈവം പറഞ്ഞിട്ടില്ല അവിടെ പോയി പള്ളിക്കാരുടെ അടുത്ത് അല്ല കുർബാന അല്ല കുർബാന ഇല്ലെങ്കിൽ എൻ്റെ ജീവൻ പോയി പോകട്ടെ. ഞാൻ ചോദിക്കണം, ഞാൻ ഇന്നങ്ങ് മരിക്കണം, 16,000 രൂപ പോരല്ലോ. 16,000 പറഞ്ഞപ്പോൾ 20,000 രൂപ വേണ്ട, മറ്റുള്ള അതും കൂടെ കൂട്ടി. അതില്ലെങ്കിൽ എൻ്റെ കൊച്ചുങ്ങൾ ഉണങ്ങി വെക്കണ്ടേ? ഇത് എവിടെ പറഞ്ഞ ബൈബിൾ എന്തിനും ഇവർ ചുമന്നുകൊണ്ട് നടക്കണം? അത് ഞാൻ ചോദിക്കണം. അപ്പോൾ മറ്റുള്ള ഹിന്ദുക്കൾ ആരെയും പറയണ്ട, ക്രിസ്ത്യാനും പറയും, എല്ലാവരും ഒരേപോലെ തന്നെയാണ്. യാതൊരു മാറ്റം ഞാൻ കണ്ടിട്ടില്ല. ഇവിടെ ഈ അടുത്ത കാലത്ത് ഇവിടെ ഒരു ആന സഫാരി കേന്ദ്രത്തിൽ ആന ഒരു പാപ്പാനെ ചവിട്ടിക്കൊന്നല്ലോ. നമ്മൾ ഇവിടെയാണേ ആനച്ചാലാണോ? ഞാൻ അടിമാലിയാണെ അറിയാതിരിക്കല, എനിക്കറിയില്ല. ഇവിടെയെങ്കിലും ആരും പറഞ്ഞു കേട്ടില്ല. അല്ല, അതിൽ അമ്മ ചേട്ടത്തി ഇടപെട്ട് കണ്ടില്ല. അതുകൊണ്ട് ഞാൻ വേറൊരു വാർത്ത കേട്ടിരുന്നു, സിനിമയിൽ അഭിനയിക്കാൻ അവസരം കിട്ടിയെന്ന് പറഞ്ഞിട്ട്. ആര് ചെറുതായിട്ട് ആണോ? പ്രവാസിയുടെ ഭാര്യ. ആരായിട്ട് അഭിനയിച്ചേ? അത് തൃശ്ശൂരുള്ള ഒരു പെണ്ണാണ്. 2 പിള്ളേരുണ്ടായിരുന്നു. അതിൽ അഭിനയിച്ചിട്ടുണ്ടോ? സിനിമാരിയ. അതിന് പേരൊന്നും ഞാൻ ഓർക്കുന്നില്ല. അത് സിനിമാരിയ. സീരിയലും പോകുന്നുണ്ട് അവർ. അഭിനയിച്ചോ ചേട്ടത്തി? എനിക്ക് ഞാൻ അമ്മയാണ്. അത് ശരി. അപ്പൊ അഭിനയമുണ്ട്. ഒരാഴ്ചയൊക്കെ ഇരിക്കട്ടെ. പൈസയൊക്കെ തന്നായിരുന്നോ? പൈസയൊക്കെ തന്നു. പിള്ളേരുടെ ഇനി അഭിനയിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? ഞാൻ ഇവിടെ പോകുന്നുണ്ട്, പത്തനംതിട്ട. എന്തിനാ അഭിനയിക്കാനോ? അവിടെ ഒരു ചെറിയ പെൻഷൻ്റെ പരിപാടിയൊക്കെ ഉണ്ട്.
പെൻഷന്റെ പരിപാടി പെൻഷൻ്റെ പൊതുപരിപാടിയോ? 10,000 രൂപ കൊടുക്കണമെന്ന് അവർ വിളിച്ചിട്ടുണ്ട്, കുറേ പേരുണ്ട്. അങ്ങോട്ടും എനിക്കല്ല, മൊത്തത്തിൽ എൻ്റെ പിന്നെ ഈ കേരളത്തിൽ മൊത്തത്തിലുള്ളവർക്ക് വേണ്ടിയാണ്. അത് ശരി, അത് ശരി. അപ്പോൾ അതിൽ പങ്കെടുക്കാം. അല്ല, ഞാൻ പറഞ്ഞത് സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമുണ്ടോ? ഇനി കിട്ടിയാൽ പോവും. കിട്ടിയേ പോവും. അല്ല, ഈ മോഹൻലാലിൻ്റെ കൂടെ ഒരു പടത്തിൽ നിന്ന് ഇങ്ങനെ ഒരു റൂമർ കേട്ടു. എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. ഇല്ലല്ലേ? അഭിനയിക്കൂ? അത് ആര് പറഞ്ഞു, എന്ത് പറഞ്ഞു? ഞാൻ ഈ വാർത്തക്കാർ പറഞ്ഞല്ല, ഞാൻ പൊതുജനം പറഞ്ഞ് വിശ്വസിക്കുന്ന ആളല്ല. അവർ ഈ കളിയാക്കാനും ഒരു വീട്ടിൽ തീ പോയി അതിൽ കൊള്ളുകൊണ്ട സഹിക്കാൻ പാടില്ല. ഇപ്പം അവിടെ ഗേറ്റ് കണ്ടില്ലേ, എറണാകുളംകാരൻ വാർത്തക്കാരൻ ആ കാറൊന്ന് ഒതുക്കിയിട്ട് അങ്ങോട്ട് കയറിയില്ല. അയാളെ വിളിച്ച കയറിക്ക് ഒരു കണക്കില്ല. ആ വീടിൻ്റെ ഉടമത്തെ അയക്ക സാബു എന്ന് പറയും കേട്ടോ. പൊന്നെ ഞാനങ്ങ് മാറിപ്പോയി. എൻ്റെ മകള് ശരിക്കും വിളിച്ച് അറിയാവുന്ന എനിക്ക് പറയാൻ പറ്റിയല്ല, അതുകൊണ്ട് ഞാൻ മാറിപ്പോയി. അറിയാൻ പാടില്ലാഞ്ഞിട്ടല്ല, ഞാൻ പൊതുരംഗത്തൊക്കെ ഇറങ്ങണമെന്നാണ് ഞാൻ ഒഴിവായി കൊടുക്കും. അല്ലെങ്കിൽ എൻ്റെ വാർത്ത നാളെ പൊതുവെ വരും. അല്ലെങ്കിലും തെരിയല്ല പറഞ്ഞ ഞാൻ കാര്യങ്ങൾ പറയും. കാര്യങ്ങൾ പറയുമ്പോൾ അത് നാണിച്ചു പോകും. അങ്ങനത്തെ കാര്യങ്ങൾ അത് നാണിച്ചു പോകും. കാരണം എന്നാ അത്രയും വൃത്തികേട് കാട്ടി കിടക്കുന്ന ഒരു മനുഷ്യന്. അപ്പം അതൊന്നും പറയാൻ ഒഴിവായി കൊടുക്കുമായിരുന്നു. പിന്നെ ഇവിടെ ആഹാരം ഒന്നും വെക്കില്ലേ? ഒരു ഗ്ലാസ് ആക്കി വെക്കുക, ഒരു ഉച്ചയാകുമ്പോഴത്തേനും എന്നെ ഒന്നും ഉണ്ടാക്കിയത്. രാവിലെ കടയിൽ പോയി കഴിക്കും. കടയിൽ പോയി കഴിക്കും. ഇപ്പൊ ചേട്ടത്തെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും അറിയണമെങ്കിൽ സുലൈമാന്റെ കടയിൽ പോയാൽ എന്നാണല്ലോ ആൾക്കാരൊക്കെ പറയുന്നത്. ഒരു തന്നെയാണ്, ഒരു സുലൈമാനിക്കാണ് കാര്യങ്ങളൊക്കെ. ഈ എന്താണ് കോർഡിനേറ്റർ, മാനേജർ? അല്ല, അവർ പണ്ടേ ഇവിടെ ഉള്ള, ഞാനും ഇവിടെ പണ്ടേ ഉള്ള. അവർ ഞങ്ങൾ ഒരു പ്രശ്നേ ഉണ്ടായിട്ടില്ല. ഞാൻ ഉള്ളപ്പോഴാണ് കൊടുക്കണേ, എന്നൊന്നും പൈസ കൊടുക്കാതെ മാസത്തിലോ ഉള്ളപ്പോൾ ചോദിക്കുകയില്ല. എന്താ തരാത്തെന്നും ചോദിക്കാതെ. ആ പരിപാടി അവർക്കില്ല. നല്ല മനുഷ്യരല്ലേ? ഒരു കുഴപ്പമില്ല. അതും തന്നെയല്ല, അവിടെ നല്ല വൃത്തിയാണ്. സുലൈമാൻ്റെ കടയിൽ ഏത് ആൾ വന്നാൽ നല്ല റീസൻ്റ് ആയ കൊടുക്കും. അതുകൊണ്ട് അവൻ്റെ കടയിൽ ആൾക്കാർ ഇഷ്ടം പോലെ ഇല്ല. അപ്പം പൊറോട്ടയൊന്നുമില്ല, അപ്പം പൊറോട്ട ഇല്ല നമുക്ക് വേണ്ട. നല്ലൊരു ചായ അത് കിട്ടും. അത് ഉള്ളപ്പോൾ കൊടുത്താൽ മതി, കള്ളക്കണക്കൊന്നുമില്ല. പിന്നെ നമ്മൾ ഇനിയിപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ ഇനിയിപ്പോൾ 1.5 വർഷമേ ഉള്ളൂ. അപ്പോൾ ചേട്ടത്തി പ്രചാരണത്തിന് ഇറങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ടോ? ഞാൻ പോകും. ഏത് പാർട്ടിക്ക് വേണ്ടിയിട്ടാണ് പോകുന്നത്? എനിക്ക് എതിര് ഇവർ മാത്രമേ ഉള്ളൂ. ഇവർ മാത്രമേ എതിരുള്ളൂ? അതായത് CPM മാത്രമേ എതിരുള്ളൂ? മാത്രമേ ഉള്ളൂ. അവരെ മാത്രമല്ല തടഞ്ഞത്. അപ്പോൾ മറ്റ് BJP ഇന്ന് വരെ എന്നെ ആദ്യം BJP മൊത്തത്തെയും പറയാം. ഇവിടെ ആരെയും ഉപദ്രവിച്ചാട്ടെ എൻ്റെ അറിവില്ല. ഈസ്റ്ററിൻ്റെ അവിടെ തകർക്കാൻ ചെന്നിട്ട് ഈസ്റ്ററെ വരെ സഹായിക്കാൻ BJP-കാരൊക്കെ വർഗീയവാദികളാണ്, മുസ്ലിങ്ങൾ. അത് പറഞ്ഞോട്ടെ, അത് അങ്ങനെയുള്ളവരോടാ. പിന്നെ അവരുടെ പുറത്ത് കുതിര കയറി അവർ സമ്മതിക്കോ? അവരുടെ ആൾക്കാരെ വീട്ടിൽ ചോറുണ്ടോണ്ടിരുന്ന അടുത്ത് CPM-കാർ വലിച്ചു അടിച്ചിട്ട് അതിൻ്റെ അമ്മയുടെയും അതിൻ്റെ ഭാര്യയുടെ മുമ്പിലിട്ട് വെട്ടിക്കറിയതാണ്. അതുപോലെ ഇന്നാൾ തന്നെ വാളയാറില്ലേ പാലക്കാട്, ഭാര്യയും ഭർത്താവും കൂടെ പോയപ്പോൾ ആ പെണ്ണിൻ്റെ മുമ്പിലിട്ടല്ലേ വെട്ടിക്കറി. അപ്പം ഇവരെ പോലെ അതേപോലെ BJP-കാർ ചേച്ചിയും കണ്ടു. അത് BJP-കാരനെ കൊന്നത്. ഇവർ എന്തോരം കൊന്നില്ല കണക്കുണ്ടോ? അല്ല, ഈ 6 വയസ്സായ 5 വയസ്സായ കൊച്ചുങ്ങൾ അത് പിന്നെ പൊക്കോട്ടെ, അവർ തെറ്റ് ചെയ്യുന്നു. ഈ 6 വയസ്സായ 5 വയസ്സായ കൊച്ചുങ്ങൾ ജനിച്ച പാവയില്ലോളൂ. ആ വഴിവിളി പറഞ്ഞ മാലാകുഞ്ഞുങ്ങളെന്ന്, മാലാകുഞ്ഞുങ്ങൾ ദൈവത്തിൻ്റെ മക്കൾ ജനിച്ച പാവം മാത്രമേ. അതുങ്ങളെ എന്തിനാവുന്നേ? അവരുടെ വീട്ടിൽ അവർക്ക് പെങ്ങന്മാരില്ലാലും അമ്മയില്ലാലും ഈ കൊച്ചുങ്ങളെ പുറകെ പോകണേൽ അവരുടെ ആൾക്കാരുടെ കൂടെ പാമ്പാളാണ്. അതല്ലേ ശരി? ഈ അമ്മയെ ഈ കൊച്ചുമായിട്ട് തന്നെ വ്യത്യാസം. 5 വയസ്സായ കൊച്ചു അല്ലേ? ഇന്നലെ തന്നെ കണ്ടില്ലേ കണ്ടോ? അപ്പം ഈ പിണറായി അല്ല ഇതിന് വളമേ, അതിൽ പിണറായി നട്ടു വളർത്തിയേക്കണ പട്ടാളല്ലേ അവർ. പിണറായിയുടെ പട്ടാൾക്കാരാ. അതുള്ളതുകൊണ്ടാണ് പിണറായി രക്ഷപ്പെട്ട് പോണത്. അല്ല പിണറായിയുടെ കാറ്റ് പോയാൽ ഒരു സംശയമില്ല. പോലീസ് എന്ന് പറഞ്ഞാൽ പോലീസ് പിണറായിയുടെ ഗുണ്ടകളാണല്ലോ. അതിൽ നല്ലവരുമുണ്ട് ചീത്തവരുമുണ്ട്. നല്ല ആൾക്കാരെ പെട്ടെന്ന് സ്ഥലം മാറ്റണം. ഈ പിണറായിക്ക് സൈഡില്ലാത്തവരെ പെട്ടെന്ന് സ്ഥലം മാറ്റും. IS-കാരനായാലും ഏത് കൊന്തായാലും പിണറായിക്ക് വിഷയമല്ല. ആലപ്പുഴ 8-10 കർണമാനം പോലീസും ജനങ്ങളും നിൽക്കുന്നിടത്ത് ഒത്തിരി പോലീസിൻ്റെ ഇടക്കോടെ ചെന്നിട്ട് ഒരുത്തൻ്റെ ചങ്കത്ത് കാര്യം വെച്ചുകൊണ്ടിരിക്കണുണ്ടോ? SIP-കാരനാണ്. അതിന് തൊപ്പി ഉണ്ടായിരുന്നു, വരിവോളം എല്ലാ പരിപാടിയും ഉണ്ടായിരുന്നു. ചങ്കത്ത് ഇത്രയും പോലീസുകാരെ കവർ ചെയ്ത് ചോദിച്ചപ്പോൾ അവൻ ആരാ? എന്നാ പോലീസാണ്? അത് പോലീസാണോ? ഈ പോലീസിൻ്റെ ഇടക്കോടെ ഇടകലത്തി പിണറായി വിട്ടിട്ടുണ്ട്. അവൻ്റെ ഭാര്യയ്ക്കും തീർക്കണം കേട്ടോ. അപ്പോൾ പിണറായി പെറ്റി കിടന്നല്ലോ ആലപ്പുഴ പോയി. എങ്ങനെയുണ്ടായിരുന്നു? ഒടുക്കം ജോലി കൊണ്ട് പോകേണ്ട വന്നില്ലേ? വീടൊന്ന് കാണിച്ചു തരുമോ? വീടിന് നിന്ന് കയറി താമസത്തിനൊന്നും ഇപ്പോൾ വരാൻ പറ്റില്ല.
അല്ല പണി തീർന്നില്ലല്ലോ. ഇതിനെ വിളിക്കുന്ന ഒന്ന് കാണട്ടെ. അവർക്ക് പെട്ടെന്ന് ഉണ്ടാക്കണം എന്ന് വെച്ചാൽ ഞങ്ങൾ എന്ത് ചെയ്യാ? വീട് വീട് നമുക്ക് നോക്കിയിട്ട് വരാം. നമുക്കേ ഞങ്ങൾ വിളിക്കും. വിളിച്ചു കഴിഞ്ഞാൽ ഞങ്ങളെത്തും. പിന്നെ അച്യുതാൻ്റെ സിയായിട്ടല്ലേ ഞാൻ വന്നത്. ഞാൻ അന്ന് തിരുവനന്തപുരം വന്നില്ലേ, അത് അച്യുതാനന്ദൻ്റെ സി എ അല്ലേന്നാ ചോദിച്ചാൽ. അതെ അതെ, പി എ ആയിരുന്നു, അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു ഷാജാൻ സാർ. ഇപ്പോഴോ? ഇപ്പോൾ അല്ല അദ്ദേഹം. എനിക്ക് BJP-ക്കാർ സഹായം അല്ലാതെ അവരുടെ കുറ്റം പറയാൻ എനിക്കൊന്നുമില്ല. ഇപ്പൊ ലോക്സഭാ ഇലക്ഷൻ കഴിഞ്ഞല്ലോ, ആർക്കാ വോട്ട് ചെയ്തത്? ഞാൻ കോൺഗ്രസ് തന്നെ. ചേട്ടത്തി വോട്ട് ചെയ്ത് കോൺഗ്രസിന്, പക്ഷെ BJP-ക്കാരെയും സുരേഷ് ഗോപിയൊക്കെ വലിയ ഇഷ്ടമൊന്നും പറയുന്നു. അത് എനിക്ക് അത്രേ ഒരു ഓട്ടല്ലേ ഉള്ളൂ. ഒരു ഓട്ടാണ്, എന്നാലും നമ്മളെ അതെങ്ങനെ മുറിച്ചു കൊടുക്കാൻ പറ്റുമോ? ഒരു ഓട്ടം എങ്ങനെയിട്ട് മുറിക്കുക? കാരണവന്മാർ എനിക്കൊരു തന്തിയ ഉണ്ടായിരുന്നുള്ളൂ. മരണം വരെ കോൺഗ്രസ് ആയിരിക്കും. അതങ്ങനെയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അതെന്ന് പറഞ്ഞാൽ കാരണവന്മാരുടെ പാരമ്പര്യം അത്. അത് പണ്ട് അങ്ങനെ തന്നെയാ. ഇവര് നക്സലൈറ്റ് ഇഷ്ടമാണ്. ഈ കമ്മ്യൂണിസ്റ്റുകാർ നക്സലൈറ്റിൽ ആരായിരുന്നു ഇവിടെ എത്ര എണ്ണം കൊന്നോന്നറിയാവോ? ആ കൊന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടില്ല. അറിയാമോ ചേട്ടത്തിക്ക്? എനിക്കറിയാം, അവരുടെ പേരും അറിയാം, എല്ലാം അറിയാം. അവർ എത്ര പേരെ കൊന്നെന്നും എനിക്കറിയാം. എല്ലാം ഞാൻ ഇവിടെയുള്ള ആളാണ്. ചാനൽ ചർച്ചയിലൊക്കെ വരുമ്പോഴേ ഈ ഇടതുപക്ഷത്തിന്റെ ആൾക്കാരൊക്കെ വളരെ മോശമായിട്ടൊക്കെ ചേട്ടത്തി പറയുന്നത് കേട്ടിട്ടുണ്ട്. നമുക്കൊക്കെ വലിയ വിഷമം തോന്നിയിട്ടുണ്ട്. എനിക്കൊരു വിഷമമില്ല, എന്നോട് നേരിട്ട് പറയുന്നില്ലല്ലോ. അല്ല, ചർച്ചയിലിരിക്കുകയാണെങ്കിൽ ഇവർ ചെയ്ത കാര്യങ്ങളൊക്കെ ഞാൻ പറയില്ല. ഇവരോളം 5 വയസ്സായ 6 വയസ്സായ കൊച്ചങ്ങളൊന്നും വരുമ്പോൾ ഞങ്ങളെ നാട്ടിലേ ഉണ്ടായിട്ടില്ല കേട്ടോ. ഇവരെന്മാരെ ഈ പിണറായിയുടെ ഗുണ്ടകൾ ഒഴിച്ചിട്ട് ഒരു BJP-കാരി ഇതെല്ലാം മുസ്ലിം ലീഗ് ചെയ്തിട്ട് ഒരു പാർട്ടിയും ചെയ്തത് പിണറായിക്ക് വെളിവില്ല. പിന്നെ അവൻ്റെ പാർട്ടിക്ക് എന്തോരം വെളിവുണ്ടാവും. ഇപ്പോൾ ഈ വീട്ടിൽ എന്ത് പേരാണ് തീരുമാനിച്ചിരിക്കുന്നത്? അതെന്താ പേരുണ്ടെന്ന് അവർ വരട്ടെ. പാർട്ടിക്കാർ എനിക്ക് സ്വന്തം പറയാൻ പറ്റുമോ? അത് ചേട്ടത്തിന് വീടല്ലേ, വീട് വെച്ച് തരുന്നത് പാർട്ടിക്കാരാണ്. എന്നാലും ചേട്ടത്തിക്ക് എന്തെങ്കിലും ഒരു മനസ്സിലുണ്ടോ? ഇല്ല, ഞാൻ അവരെ അംഗീകരിക്കുന്ന ആളാണ്. ഇച്ചിരി കഴിയണം. KPCC അധ്യക്ഷനാണല്ലോ വരുന്നത്, കെ സുധാകരൻ സാർ. സാറിനും കെ സുധാകരനും പിണറായി വിജയൻ തമ്മിൽ ഉടക്കാണ്, എല്ലാവർക്കും അറിയാം. പക്ഷേ അദ്ദേഹം പറയാണ് ഇതിന് ഒരു കാര്യം ചെയ്യാം, നമുക്ക് മറിയക്കുട്ടി ചേട്ടത്തിയുടെ വീടിന് വിജയൻ വില്ല അല്ലെങ്കിൽ പിണറായി വിലാസം ബംഗ്ലാവ് എന്ന് പേരിടണം എന്ന് പറഞ്ഞ അമ്മച്ചി സമ്മതിക്കില്ലേ? അത് ചൈനയിൽ പോയി പേരിട്ടാൽ മതി, ഇവിടെ വേണ്ട. അവരുടെ നാട് ചൈനയാണ്. ആ കമ്മ്യൂണിസ്റ്റുകാരുടെ ചൈനയിൽ പോയി ആ പേര് പറഞ്ഞാൽ ഇനി പോട്ടെ, അത് വേണ്ട. വിജയൻ വില എന്ന് വേണ്ട, കമല വിലാസം എന്നാണ് ഇടാൻ പറയുന്നതെങ്കിലോ? ഇല്ല, അതൊന്നും നടക്കില്ല. അതിന്റെ ആവശ്യമില്ല. ഐശ്വര്യമുള്ള പേരല്ലേ? കാരണം അവർക്ക് അവരുടെ ഇത്ര ഇതായിട്ട് ഇത്ര രാജകീയ സൗകര്യത്തിൽ ജീവിക്കുകയാണ്. കാരണം അതാരാ? അല്ല, മുഖ്യമന്ത്രി ഭാര്യ. അതെ, ആ റിയാസിന് ഇട്ട് കൊടുക്കട്ടെ. കമലയുടെ പേരിടാനേ എൻ്റെ അപ്പൻ്റെ മകളൊന്നും അല്ലാതെ. അല്ല, കമല എൻ്റെ വീടും ഞാനുമായിട്ട് തന്നെ ബന്ധമായിരിക്കണേ. ഐശ്വര്യം പെണ്ടാക്കി കിട്ടിയില്ല ഇതുവരെ, ഈ കണ്ട കാലം ജീവിച്ചിട്ട്. ഇനി എൻ്റെ വീട്ടിൽ കൊണ്ട് അവരെ നശിപ്പിക്കാനാണ് കമല. അത് അവൻ്റെ പള്ളി പറഞ്ഞാൽ മതി, എനിക്ക് വേണ്ട. കമല റിയാസിൻ്റെ അടുത്ത് പോയാൽ മതി, നമുക്കിടെ അടുത്ത് ആ പണി വേണ്ട. നല്ല വീടാണല്ലോ കമല, നല്ല വീടാണല്ലോ. നല്ല വീട്, നല്ല ഭംഗിയുള്ള വീട് കേട്ടോ. 1, 2 ബെഡ്റൂം അല്ലേ? ബാത്റൂം. ഇതിനകത്ത് ബാത്റൂം ഉണ്ടല്ലേ? ഇതിനകത്ത് ബാത്റൂം ഉണ്ടല്ലേ? ചേട്ടത്തി ഏത് മുറിയാണ് എടുക്കുന്നത്? ഈ മുറിയാണോ ഈ മുറി? ആ പിള്ളേർ പറഞ്ഞു അവർക്കത് മതി. ഈ മുറി മതി പറഞ്ഞു. ശരി. പിന്നെ അവരുടെ ഇഷ്ടത്തിന് വിട്ടു കൊടുക്കും. അവർക്ക് വേണ്ടിയല്ലേ കാരണന്മാരുണ്ടാക്കണേ. അപ്പം പിന്നെ മരിക്കുന്നവരെ കയറി താമസത്തിന് വിളിക്കണം. ആ ഫോൺ നമ്പർ തന്നേച്ചു പോരേ? ഫോൺ നമ്പർ തരാം. എൻ്റെ മരുവാന് കൊടുക്കും. മരുമാനാണോ? അവിടെ എന്താ പയ്യൻ? എൻ്റെ ഇളയ മകളുടെ ഭർത്താവ്. ഇത് പുറകെ ഒന്ന് പിടിച്ചേച്ചു പോണേ. ഇതുവായി ഇത്ര ഇല്ലേ പുറകെ ഞങ്ങൾ പണി തീരാനുണ്ടല്ലേ? ഇതും കൂടെ എടുത്തിട്ട് ഞങ്ങൾ ആൾക്കാരെ വിളിക്കണുള്ളൂ, നിങ്ങളെയൊക്കെ വിളിക്കണത്. അതിൻ്റെ ഒരു പ്ലാൻ ഞങ്ങളുടെ ആഗ്രഹമാണ്. നിങ്ങളുടെ വന്നെങ്കിൽ ഐശ്വര്യം ഉണ്ടാവുള്ളൂ അല്ലേ? ഇതൂടെ വന്നാലേ ഒരു ഐശ്വര്യം ഉണ്ടാവും. അതെ, ഇവർക്ക് പരാക്രമ ആയിക്കോട്ടെ. അല്ല, ഇത്തരം രീതിയിൽ നമ്മൾ പ്രതിഷേധിക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാം മലയാളിക്ക് ഒരു കുഴപ്പമുണ്ടെന്ന് അറിയാം. പ്രതിഷേധിക്കാൻ പേടി, പ്രതികരിക്കാൻ ഭയം. എനിക്ക് അങ്ങനെ ഞാൻ കണ്ട കാര്യം പറഞ്ഞു. മത്സരമായിട്ടാണ് വിളിക്കണേ എന്തിനാന്ന് ചോദിച്ചില്ലേ? ഇവിടെ ഒരാളെ തല്ലി തവിടുപൊടിയാക്കി കണ്ടു. എന്തിനാ? ഞാൻ കേട്ട കാര്യങ്ങൾ പറയും. കൊല്ലമായിട്ട് പറയാം, കൊന്നു ഇന്നാളാ കൊന്നത്. എന്നോട് വെച്ച് കാണാവുന്ന ഒരു പൂതി എനിക്കുണ്ട്. ഇങ്ങനെ വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു കൃഷിയാവും. അതുകൊണ്ടങ്ങ് പറയും.
അല്ല ഇങ്ങനെ ആൾക്കാരെല്ലാരും പ്രതികരിച്ചിരുന്നെങ്കിൽ നമ്മൾ നാട് എന്നേ നന്നായി പോയേനെ. ഇവര് തന്നെ പേരിട്ടായി നാട്ടുകാര്. മജിസ്ട്രേറ്റ് ഞാൻ കോടതിയിൽ പോകാറ് ഇഷ്ടം പോലെ പോകും. കട്ടപ്പന പോയി, തൊടുപുഴ പോയി, ജൈവളം പോയി, പിന്നെ എറണാകുളം പോയി ഞാൻ പോകും. സ്വന്തമായിട്ട് വാദിച്ചിട്ടുണ്ടോ കേസ്? സ്വന്തമായിട്ട് വാദിച്ചിട്ടുണ്ട്. അടിമാലിൽ അന്നേരം പുണിയിൽ ജോണി ഞാനൊരു അവനെ പിന്മാറി എൻ്റെ കാശും മേടിച്ചായിരുന്നു. ഞാൻ പറഞ്ഞു സ്വന്തമായിട്ട് വായിച്ചോളാം, എനിക്ക് പൈസ ഇല്ല. സമ്മതിച്ചില്ല, ഇവർ സമ്മതിക്കില്ലാനേ. സ്വന്തമായിട്ട് വായിച്ചോളാം, എൻ്റെ കാര്യം ഞാൻ പറഞ്ഞാൽ എനിക്ക് വേണ്ടെന്ന് അവർ മത്സരമായിട്ട് സമ്മതിച്ചില്ല. പിന്നെ ഒരാളെ വെച്ചു. ആരെ വെച്ചാലും നമ്മുടെ കാര്യം ഞാൻ തന്നെ പറയും. ആരെ വെച്ചാലും ഇവന്മാർക്ക് കാശ് കിട്ടണ്ടേ? ഈ കോടതിയിലും ഉണ്ടല്ലോ കള്ളത്തരമൊക്കെ. ആ അതൊക്കെ പിന്നെ ഞാൻ എൻ്റെ കാര്യം പറയാമെന്ന് പറഞ്ഞാൽ സമ്മതിക്കാൻ പറ്റേ, സമ്മതിച്ചില്ല. അപ്പോൾ എന്തായിരുന്നാലും ഇത് വന്നു കണ്ടു, വളരെ സന്തോഷമായി. നമ്മൾ കണ്ടിട്ട് എനിക്ക് തോന്നുന്നൊരു 6-7 മാസം 5-6 മാസമായി ഷാജാൻ സാറിൻ്റെ വീട്ടിൽ വന്നിട്ടല്ലേ? അല്ല അപ്പോൾ ഒരു കാര്യം നമുക്ക് മതിയായി. പിണറായി വിജയൻ ഒരു വിപ്ലവ അഭിവാദ്യം വിളിച്ചാൽ മതി. ശരി ഉണ്ടായി കഴിഞ്ഞാൽ ഒറ്റ ഗുണവും ചെയ്യാതെ എനിക്ക് വന്നവനോ ഇല്ല കൊന്നവനോ ഇല്ല. എൻ്റെ പാട്ടിന് പോട്ടെ, ഇഷ്ടമല്ല. കണി കണ്ടാന്ന് കഞ്ഞിക്ക് കിട്ടൂല. അവൻ ദൈവമൊന്നുമല്ലോ. ഞാൻ ചോദിക്കണം, ഇപ്പം നല്ലവനാണ് ഈ മനുഷ്യക്കുരുതി കേരളത്തിൽ ഇത്രയും നടക്കുമോ? ഈ മനുഷ്യക്കുരുതി അല്ല നടക്കണത്. ഈ പിണറായി എന്ന് പറഞ്ഞാൽ നമ്മൾ എണ്ണിയാൽ തീരാത്ത ആൾക്കാരെ കൊന്നിട്ടുണ്ട് ഈ 10 കൊല്ലം കൊണ്ട് 9 കൊല്ലം കൊണ്ട്. അറിയാവോ? ഇവൻ എന്തോരം സദാം ഹുസൈനും കൊന്നെന്നാണ് പറയണേ. സദാം ഹുസൈനൊക്കെ കൂടുതൽ പിണറായി ചെയ്തു കഴിഞ്ഞു. എണ്ണയില്ലാത്ത കൊലപാതകം പിണറായി ചെയ്യിച്ചിരിക്കണതാണ്. അവനെ പോലീസ് വകുപ്പും കൂടെ ഏൽപ്പിച്ചപ്പോൾ അവനെ ഒന്നാടെ മൂച്ചു കൂടി അല്ലേ? ആയില്ലേ? എൻ്റെ കൂടെ നടക്കണ പെണ്ണുങ്ങളോ സദാം ഹുസൈനെയൊക്കെ വലിയ പെണ്ണുങ്ങളാണ്. ഗോവിന്ദനെ കാണിക്കണ ബാലിനൊക്കെ മുസ്ലിം ലീഗിന് വാല് തുറന്നിട്ടേക്കാന്നു. എത്ര കൊല്ലം ഈ കുഞ്ഞാലിക്കുട്ടീനെ പീഡിപ്പിച്ചവരായി പറന്നാണുണ്ടായി പറയുമോ? ഇപ്പോൾ പിണറായി മുസ്ലിം ലീഗിന് ചൂണ്ട മേടിച്ചുകൊണ്ടിരിക്കുക, വലിയ ചൂണ്ട ഗേറ്റ് തുറന്നിടാൻ. പീഡിപ്പിച്ച് എത്ര കൊല്ലം കുഞ്ഞാലിക്കുട്ടി കഷ്ടപ്പെട്ടവനാണ്. നാണം ഉണ്ടെങ്കിൽ അവൻ്റെ വശത്തേക്ക് നോക്കിയിട്ട് പറയുമോ? ഈ നാണം കെട്ടവർ നാണാണ് പറയില്ല. അവരെ ചെയ്തു ഓർക്കുമ്പോൾ അവരുടെ അടുത്തോടെ പോകാൻ നാണാവും. മുഖത്ത് മറ വയ്ക്കണം. ഈ മുസ്ലിം ലീഗിൻ്റെ ഇവരുടെ പിണ്ടായിയുടെയൊക്കെ മറ വയ്ക്കണം. ഈ ഗോവിന്ദൻ പറഞ്ഞ വായിൽ തുറന്നിട്ടേക്കുക, തുറന്നിട്ടാൽ പട്ടി കയറും. അല്ലാതെ പട്ടി അല്ലാതെ കയറില്ല ആരും. പട്ടി ഇവർക്ക് നാണമെന്ന് പറഞ്ഞില്ല ഉണ്ടോ? എങ്ങനെയിങ്ങനെ പറയാൻ തോന്നി? ഞാൻ തന്നെ നാണിച്ചു പോവുക. ഒരു പെണ്ണിനെ വെച്ചോണ്ട് കളിച്ച കളി കണ്ടായിരുന്നു, കണ്ടില്ലേ കുഞ്ഞാലിക്കുട്ടീനെ? അതൊന്നും ചെയ്യാൻ പാടില്ല. ഇന്ന പാർട്ടിയിൽ നിന്ന് ജീവൻ എല്ലാവർക്കും ഒന്നേ ഉള്ളൂ അല്ലേ? പാർട്ടി നോക്കണേ എന്തിനാ കൊള്ളരുതായ്മയ്ക്ക്? ഇനിയിപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരായിക്കട്ടെ, ഒരാളെ എവിടെയിട്ട് തല്ലിക്കൊള്ളും. ആ തല്ലിക്കൊല്ലാൻ നിയമമുണ്ടോ? ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് അവനെ കൊല്ലാണ്ട് അവൻ പറയാ ചെയ്യട്ടോ, അവൻ്റെ പാട്ട് നോക്കട്ടെ. കമ്മ്യൂണിസ്റ്റ് അതൊന്നും പറഞ്ഞ് കൊല്ലാൻ പാടില്ല. എല്ലാവരും നമുക്ക് വേണം. സാധാരണ ഈ വയസ്സായി വരുമ്പോഴത്തേക്ക് ആൾക്കാർക്ക് കൂടുതൽ ഒരു അലിവുണ്ടാവുമെന്നും ആൾക്കാരുടെ അടുത്തൊക്കെ സ്നേഹം ഉണ്ടാവുമെന്നൊക്കെ ഉണ്ട്. പിണറായിക്ക് 10-78 വയസ്സായി, ഇപ്പോഴും പഴയതിനേക്കാളും. ആരാ? പിണറായി വിജയൻ. ഓന്തിൻ്റെ മുതുവ് പോലെയാണ് നടക്കുമ്പോൾ. ഓന്ത് പോകുമ്പോൾ എങ്ങനെയായിട്ട് ഇങ്ങനെ അതിൻ്റെ ഇത് നിൽക്കണോണ്ടോ? നിങ്ങൾ ശ്രദ്ധിച്ച് നോക്ക്. ഓന്ത് എങ്ങനെ പോകണം? മരത്തേക്കട ഇങ്ങനെ പോകണം. അതുപോലെ പിണറായി ഇങ്ങനെയല്ല വേണം, ഇങ്ങനെ എന്നിട്ട് അവൻ്റെ കൊള്ളരുതായ്മ വയ്ക്കണ്ടോ? കൊള്ളരുതായ്മ വയ്ക്കണ്ടോ? ഞാൻ ജയിക്കണ ആ സുധാകരനെ കള്ളക്കേസ് കൊടുക്കും. അങ്ങനെയാണ് ആ വളരെ ആ കൊച്ചിനെ കൊന്നല്ലോ, ആ ക്രൈംബ്രാഞ്ച് വേണ്ടി അവരെ പിടിക്കാട്ടെ. അപ്പോൾ പിണറായി ചൂണ്ടിക്കാണിക്കുന്നതോടെ ഈ ക്രൈംബ്രാഞ്ച് പിടിക്കണേ. എന്തോരം കേസുകൾ കൊണ്ടുവന്നിട്ട് ക്രൈംബ്രാഞ്ച് പിടിക്കാത്തന്നെ. അപ്പം ഇപ്പം ഭരിക്കുന്നവർ ചൂണ്ടിക്കാണിക്കണം. അങ്ങനത്തെ ക്രൈംബ്രാഞ്ചേ ഉള്ളൂ നമുക്ക്. ഒറിജിനൽ ക്രൈംബ്രാഞ്ചൊന്നും ഇവിടെ കേരളത്തിൽ ഇല്ല. ഉണ്ടെങ്കിൽ ഇതെല്ലാം പിടിക്കണ്ടേ? അപ്പോൾ അവർ പറയുന്നത് നേതാക്കന്മാരെ പിടിക്കാം, ക്രൈംബ്രാഞ്ച് ഇഷ്ടം പോലെ ഉണ്ട് അല്ലേ? അപ്പോൾ ചേട്ടത്തി വീടൊക്കെ കണ്ടു, വളരെ ഇഷ്ടപ്പെട്ടു. ഇതുപോലെ പ്രതികരണ ശേഷിയുള്ളവർ ഇനിയും വേണം കേരളത്തിൽ. ചേട്ടത്തി എന്ന് ഉള്ളത് കൊണ്ട് കേരളത്തിൽ വലിയൊരു ഓളം ഉണ്ടാക്കാൻ പറ്റി, ആൾക്കാരെ കൊണ്ട് ചിന്തിപ്പിക്കാൻ പറ്റി. അപ്പോൾ എന്തായാലും വീടിൻ്റെ കയറി താമസം വിളിക്കണം, ക്ഷണിക്കുമ്പോൾ ഞങ്ങൾ ഉറപ്പായിട്ടും എത്തും. എല്ലാം നമുക്ക് ചെയ്യാം. അപ്പോൾ ഞാനിന്ന് ഇറങ്ങണം, ഒരുപാട് ലേറ്റായി. ഓക്കെ, ഞങ്ങൾ വിളിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിളിച്ചാൽ ഉറപ്പായിട്ടും എല്ലാ ചാരുകാരും വല്ലതും ആഗ്രഹം. ശരി പൊക്കോട്ടെ. കമ്മ്യൂണിസ്റ്റിന് ചെയ്യാൻ എനിക്ക് വലിയ മനസ്സൊന്നുമില്ല. കാരണം ഈ കൊള്ള ചെയ്തേ കൊണ്ട് ഞാൻ ചെയ്തോർക്കുള്ള വോട്ട് മുഴുവൻ കമ്മ്യൂണിസ്റ്റുകാർക്കായിരിക്കും. ഉമ്മൻചാണ്ടി സാറിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? ഇത്രയും കാശിട്ട് വാരി തറവാടി ചെയ്യുമ്പോൾ ഒരു ഗുളിക മേടിക്കാനുള്ള കാശ് അയച്ചു തരാൻ
പെൻഷൻകാരായ സാധിക്കില്ല. ഇനി എന്നാ അന്തസ്സായതിനകത്തോളം ഇനി തലമുറ ഇടിച്ചില്ല, ഇടിക്കും. ഈ ഉദ്യോഗസ്ഥനെ ഇവിടെ ഈ മറിക്കുട്ടി എന്തെങ്കിലും ചെയ്തെങ്കിലല്ലേ എനിക്ക് ചെയ്യാൻ പറ്റും. മുഖത്ത് ചെയ്യാൻ പറ്റുമല്ലോ. നല്ല ആൾക്കാർ പറഞ്ഞു ആ അമ്മച്ച് കൂട്ടുകാരത്തി അമ്മച്ച് അതിനെ കടത്തി വിടാൻ പറഞ്ഞു. അപ്പം എന്നെ കടത്തി വിട്ടു. അതുകൊണ്ട് പോലീസുകാർ ഇങ്ങനെ ശരിക്കും നോക്കുക. അവർക്ക് അത്ര ഉറപ്പ് വന്നില്ല എന്ന് എനിക്ക് പറഞ്ഞു. ഇപ്പം മറിയെ കുടിച്ചിട്ട് മിണ്ടുവോ ഉമ്മച്ചിട്ട് മിണ്ടിയിട്ട് ഒത്തിരി നാളുകളായി. എന്ത് പറ്റിയാ?